വെൽക്കം ഗൈസ്. ഇന്ന് നമ്മളെ ഡേ 7 ഓഫ് ബിൽഡിംഗ് യൂസ്ഫുൾ എഫേർട്സ് ആണ്. ഇന്ന് നമ്മൾ ചെറിയ ചില മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഒന്ന്, എല്ലാ ദിവസവും ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്വസ്റ്റ്യന് ഇതാണ്. മാത്സിൽ ഒരു മെയിൻ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് സാധാരണ നമ്മളെ കുട്ടികളൊക്കെ ഭയങ്കര ആങ്സൈറ്റി പ്രകടിപ്പിക്കാറുണ്ട്. ആക്ച്വലി ഇതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ആദ്യം സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്നുള്ളത് എൻവയോൺമെന്റ് ക്ലിയർ ആക്കുക. എൻവയോൺമെന്റ് ക്ലിയർ ആക്കുക എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരാണെങ്കിലും, അതായത് പേരൻസ്, കുട്ടികൾ, ഇനി സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മളെപ്പോഴും ട്രൈ ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആരാണ് ഉണ്ടാക്കേണ്ടത്? നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടത്, അതായത് കുട്ടികളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ പാരൻസ് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, സിബ്ലിങ്സ് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവർക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊടുക്കരുത് ഒരിക്കലും. രണ്ടാമത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു എഫേർട്ട്, നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് നമ്മൾ ചെയ്തു എന്നുള്ളത് ഉറപ്പിക്കുക. അതിൽ ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. പഠിക്കേണ്ടത് പഠിക്കുക, ഇൻ ഷോർട്ട്. ഇനി മൂന്നാമതായിട്ട് വേണ്ടത്, നമുക്കെപ്പോഴും നാളെ ഫെയിലാവും എന്ന് പറയുന്നതിനപ്പുറത്ത് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഐ ആം ക്ലിയർ, നാളെ ഞാൻ നല്ല രീതിയിൽ എക്സാം എഴുതും എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് വേണം. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസിക് ഉണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും മാത്സ് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.